തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലെന്ന പരാതിയിൽ വീഴ്ച സമ്മതിച്ച ആരോഗ്യമന്ത്രി. സിസ്റ്റത്തിന്റെ വീഴ്ചയെന്നും നിസ്സഹായത തുറന്നു പറഞ്ഞ ഹാരിസ് ഹസൻ കഠിനാധ്വാനിയായ ഡോക്ടറാണെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഡോക്ടർ ഹാരിസ് ഹസന്റെ തുറന്നു പറച്ചിൽ അന്വേഷിക്കാൻ 4-അംഗ സമിതി രൂപീകരിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ശുപാർശ ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം അധികൃതരെ നേരത്തെ അറിയിച്ചിരുന്നുവെന്ന് ഡോക്ടർ ഹാരിസ് ഹസൻ ഇന്നും ആവർത്തിച്ചു. ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി സംസാരിച്ചിരുന്നു. ആശുപത്രിയിലെ മേലധികാരികളാണ് പ്രശ്നങ്ങളില്ലെന്ന് മന്ത്രി അറിയിക്കുന്നത്. നമ്മുടെ റിപ്പോർട്ട് ചെയ്യുന്ന അധികാരികൾ ഇത് പലപ്പോഴും കവറപ്പ് ചെയ്യുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് മേളിലോട്ട് ഇത് അറിയിക്കാതെ അവരതിനെ വെള്ളപൂശുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സർക്കാർ ആശുപത്രികളെ മൊത്തത്തിൽ താറടിക്കുന്നത് ശരിയല്ലെന്നും ഉപകരണക്ഷാമത്തെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ഹസൻ ഉന്നയിച്ച വിഷയങ്ങൾ വിശദമായി പരിശോധിക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിലിൽ അന്വേഷണത്തിന് 4-അംഗ സമിതിയെ നിയോഗിക്കുന്നതിന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ആരോഗ്യവകുപ്പിന് ശുപാർശ നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും സമിതിയിൽ അംഗങ്ങളാണ്. ശുപാർശയിൽ ആരോഗ്യവകുപ്പ് ഉടൻ ഉത്തരവിറക്കിയേക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല മറ്റു സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഉപകരണക്ഷാമം മൂലമുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നുവെന്ന് KGMCTA. ഫയൽ നീക്കം കാലതാമസം നേരിടുന്നുവെന്നും ഡോക്ടർ ഹാരിസ് ഹസനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുവെന്നും KGMCTA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റൊസനാര ബീഗം 24-നോട് പറഞ്ഞു. 24 തിരുവനന്തപുരം.